പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന ചൊല്ല് ആപ്തവാക്യമാക്കി ആധുനിക മാനവ സമൂഹം നെട്ടോട്ടമോടുമ്പോൾ അവൻ മറന്നു പോകുന്നത് സ്നേഹമെന്ന വാക്കിനർത്ഥമാണ്, ചേർത്ത് പിടിക്കലിൻ്റെ നൈർമല്യമാണ്. ഞങ്ങൾ ആരംഭിക്കുന്നു നാടകം കാറ്റു പറഞ്ഞ കഥ. ശശി, എടോ ശശി, എന്തോ എൻ്റെ പൊന്നു മുതലാളി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശശീന്ന് നീട്ടി വിളിക്കല്ലേ. നാട്ടുകാർ വിചാരിക്കും മുതലാളി ശരിക്കും എന്നെ ശശിയാക്കുകയാണെന്ന്. എടോ, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞേ വരൂ. ബിസിനസ് ടൂറിന് പോവാ. മോനുവിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കിയേക്കണം. അവൻ്റെ കാര്യം നിങ്ങളെക്കാൾ നന്നായി എനിക്കറിയാം. അല്ല, ഞാൻ നോക്കിക്കോളാന്ന്. പിന്നെ അവൻ ഇഷ്ടപ്പെട്ട നൂഡിൽസിന്റെയും മറ്റും പാക്കറ്റ് ആ ഷെൽഫിലുണ്ട്. കൃത്യമായി ഉണ്ടാക്കി കൊടുക്കണം. എന്നും ഈ പാക്കറ്റ് ഭക്ഷണം കൊടുക്കണോ? താൻ പറഞ്ഞത് കേട്ടാ മതി. ഞങ്ങളീ ഓടുന്നതേ അവന് വേണ്ടി തന്നെയാ. പിന്നെ ഏതെങ്കിലും ഒരു ബംഗാളിയെ വിളിച്ച് ആ കിണറിന്റെ ചുറ്റും ഒന്ന് വൃത്തിയാക്കണം. അത് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം. അവരുടെ ഭാഷയും ഞാൻ തമ്മിൽ ചേരൂല. ചാക്കൂന്ന് പറഞ്ഞാൽ കത്തീന്ന, പാനീന്ന് പറഞ്ഞാലോ വെള്ളം. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനേ ഞാൻ അവിടെ 1 മാസം നിൽക്കേണ്ടി വരും. അതുകൊണ്ടാ. അത് നീ എന്തെങ്കിലും ചെയ്യ്, ഞങ്ങൾ പോണു. മോനുവിനെ വിളിച്ച് ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അവൻ ഉറങ്ങിക്കോട്ടെ, എന്തിനു ശല്യം ചെയ്യുന്നു? കേട്ടല്ലോ. നിങ്ങൾ വാ. പാവം, എത്ര ദിവസമായി അവൻ അവരുടെ മുഖം കണ്ടിട്ട്. ഇങ്ങനെ പോയാൽ കുറച്ച് കഴിയുമ്പം അവൻ അവൻ്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ടായിരിക്കും പേടിച്ച് പനി പിടിക്കുക. മോനുസേ, വേഗം പല്ല് തേച്ച് വാ. നിനക്ക് ഇഷ്ടമുള്ള നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, എനിക്ക് വേണ്ട. അത് ഈ പപ്പിക്ക് കൊടുത്തോ. എനിക്ക് ബിങ്കോ മതി മാമാ. പിന്നെ നൂഡിൽസ് കണ്ട നായ്ക്ക് കൊടുക്കല്ലേ. ഇതേ ഞാൻ 10 മണി ചായക്ക് കൂട്ടിക്കോളാം. പിന്നെ മോനൂന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ന് പറയുന്ന ബിങ്കോ വേണോ, അതോ ഓ എന്ന് പറയുന്ന ബിങ്കോ വേണോ? ശശിമാമ, അമ്മയും പപ്പയും ഇന്നും എന്നെ കാണാതെ പോയി അല്ലേ മാമ? മോനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടല്ലേ. മറ്റന്നാള് മോനുവിന്റെ പിറന്നാളല്ലേ. പപ്പയും അമ്മയും എന്തായാലും നിൽക്കും. നീ വന്ന് ഇത് കഴിക്ക്. ആ ജന്തുവിനോട് കളിക്കുമ്പോ സൂക്ഷിച്ചോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛൻ മകന് കളിക്കാൻ വാങ്ങിക്കൊടുത്ത സാധനം കൊള്ളാം. കുറച്ച് നാള് മുമ്പ് വരെ ആ മൊബൈൽ കുന്ത്രാണ്ടത്തിൽ കുത്തി കളിയായിരുന്നു. തിന്നുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ. ഇപ്പതാ ഇതിന്റെ കൂടിയായി. എന്റെ പപ്പിയല്ല, ശശിമാമന ജന്തു. അയ്യോ ശശിമാമ. മോനു, എന്താ പറ്റിയേ? ഇതെങ്ങനെ മുറിഞ്ഞ്? പപ്പിയുടെ പല്ല് കൊണ്ടതാ. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ ജന്തുവിന്റെ കൂടെ കളിക്കണ്ടെന്ന്. ഇങ്ങോട്ട് വന്നേ.
എന്താ മോനു, ഇനി ഉറങ്ങിയില്ലേ? ഞാൻ പപ്പയെ കാത്തിരുന്നതാ പപ്പാ. ഇതെന്താ മോനു മാത്സിന് 1 മാർക്ക് കുറഞ്ഞത്? ആ ഡെയ്സിയുടെ മോന് ഫുൾ മാർക്കാണല്ലോ. ഷോ, ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? പപ്പാ, നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേയാ. നമുക്ക് പുറത്തു പോണം. പിന്നെ കേക്കും മുറിക്കണം. എന്താ എന്താ നിന്റെ കയ്യിലൊരു മുറിവ്? അതെ, പപ്പയുടെ പല്ല് കൊണ്ടതാ. ശശിമാമ മരുന്ന് വെച്ച് തന്നിട്ടുണ്ട് പപ്പാ. പപ്പാ, അമ്മ, നാളത്തെ കാര്യം മറക്കല്ലേ? ഹാപ്പി ബർത്ത്ഡേ മോനു. ശശിമാമ, പപ്പയും മാമയും ഇന്നും പോയി അല്ലേ മാമ? അവര് പോയിക്കോട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കാം. എന്തേ? ശശിമാമ, ആ ദീപുവിന്റെ പപ്പ ഉണ്ടല്ലോ മാമ, അവന്റെ കൂടെ ആന കളിക്കും. അവനെ ബീച്ചിലും കൊണ്ടുപോകും. എന്റെ പപ്പയും അമ്മയും മാത്രം എന്താ മാമ ഇങ്ങനെ? മോനൂന് വേണ്ടിയല്ലേ അവരിതൊക്കെ വാങ്ങിച്ചത്. ധൈര്യമായിട്ടിരിക്കേ. പപ്പി, പപ്പി, ഒന്ന് എഴുന്നേക്ക് പപ്പി. പപ്പി, എഴുന്നേക്ക് പപ്പി. ശശിമാമ, ഓടി വാ. എന്റെ പപ്പി എഴുന്നേക്കുന്നില്ല മാമ. പപ്പിക്ക് അത്രേ ആയുസുള്ളൂ എന്ന് കരുതു മോനു. ശശിമാമ, മോനെ, എനിക്ക് തല കറങ്ങുന്ന പോലൊക്കെ തോന്നുന്നു. ശശിമാമ, മോനെ, മോനു, 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 എന്താ പറ്റി മോനു? മോനു, ആരും ഇല്ലല്ലോ ദൈവമേ. മോനു, മെഡിസിൻ വേഗം വാങ്ങിക്കൊണ്ട് വരണം. അതെ സിസ്റ്ററെ, ഇത് എവിടുന്നാ കിട്ടുക? നീതി മെഡിക്കൽസ് എന്നാണോ? എന്താ ശശി, എന്താ ഉണ്ടായത്? ശശി, നീ ഒന്ന് വാ തുറന്ന് പറയ്, എന്താ പറ്റിയെന്ന്. അതെ, ആരെ ശശിമാമൻ? ഞാനാ. നിങ്ങളൊന്ന് വേഗം അകത്തേക്ക് വരൂ.
12ാം വാർഡിലെ പേഷ്യന്റിന്റെ BP ഒന്ന് ചെക്ക് ചെയ്ത് വേരിയേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഡോക്ടർ പറയൂ, എന്താ എന്താ ഇപ്പൊ മോന്റെ അവസ്ഥ? ദൈവകൃപ നിങ്ങളോടൊപ്പമുണ്ട്. പേവിഷബാധയ്ക്കെതിരായ ആന്റിബോഡി നിങ്ങളുടെ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ കുട്ടികൾ വളർത്തുമൃഗങ്ങളോട് കളിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അതിനെ കളിക്കാൻ വാങ്ങിക്കൊടുത്തതേ മുതലാളിയാ. നിങ്ങളും മോനും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? മോന് ബോധം തെളിഞ്ഞപ്പോ ഇയാളെ കാണണമെന്ന് ആവശ്യപ്പെട്ടത്. വഴക്കിടാൻ അവർ പരസ്പരം കണ്ടിട്ട് വേണ്ടേ? മോൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇവര് പോവും. അവൻ ഉറങ്ങിക്കഴിഞ്ഞേ ഇവര് വരൂ. മോനുവിന്റെ പിറന്നാളിന് ഒന്ന് വിഷ് ചെയ്യാൻ പോലും ഇവര് നിന്നില്ല. അവന് വേണ്ടി തന്നെയല്ലേ ഞങ്ങൾ ഈ ഓടുന്നത്? എന്തിന്? എന്നോ അവന് ജീവിക്കാൻ നിങ്ങൾ ഇപ്പോഴേ ഓടുന്നു. എന്നിട്ട് എന്തുണ്ടായി? ഈ ചെറുപ്രായത്തിലെ അവൻ നിങ്ങളെ വെറുത്തു തുടങ്ങിയില്ലേ? സ്നേഹമാണ് ഈ പ്രായത്തിലെ കുട്ടികൾക്ക് നൽകേണ്ട സമ്പാദ്യം. അവന്റെ പപ്പയും മമ്മയും ആവണം അവന്റെ ഏറ്റവും നല്ല കൂട്ടുകാർ. നിങ്ങൾ അവനെ പരിഗണിച്ചില്ലെങ്കിൽ പുറത്തവനെ പരിഗണിക്കാൻ കാത്തിരിക്കുന്നവർക്കടുത്തേക്ക് അവൻ പോകും. പിന്നീട് നിങ്ങൾക്ക് പോലും തടയാനാവാത്ത ഏതെങ്കിലും ലഹരിയുടെ ലോകത്തായിരിക്കും അവൻ. ഒരു ജന്മമേയുള്ളൂ. അത് പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും ജീവിക്കുക. മോനു, are you okay now? സുഖായില്ലേ? നൈസ്. ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾക്ക് ബോധ്യമായി സിസ്റ്റർ. പണം മാത്രല്ല ഈ ലോകന്ന് ഞങ്ങൾക്ക് ബോധ്യായി. ഇനി ഇവന്റെ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും. മുടങ്ങിപ്പോയ ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തേ ശശിയെ, നാളേക്ക് വേണ്ടതൊക്കെ ഒക്കെ പടിയേറ്റ്. എന്താണെങ്കിലും സന്തോഷായി. മോനുവിന്റെ പിറന്നാള് കെങ്കേമാക്കണം. കഴിഞ്ഞുപോയതാണെങ്കിലും സിസ്റ്ററുടെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സിസ്റ്റർ. ബൈ. ശശി മാമ, ബിങ്കോ മറക്കല്ലേ?